ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഇന്നെന്താ വെച്ചാൽ എനിക്ക് ബർത്ത്ഡേക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ രണ്ടെണ്ണം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇത് ബാക്കിയുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പറ്റുകയാണ്. അതിന് മുമ്പ് ഞാൻ അത്രയൊന്നും നമുക്ക് തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് വരുന്ന വീഡിയോയിൽ കാണിക്കാം. ഇപ്പം ഞാൻ രണ്ടെണ്ണം മാത്രമേ കാണിക്കുന്നു. ഇത് എൻ്റെ ഒരു എന്താ പറയുക, ഒരു കസിൻ തന്നതാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യാൻഡിലിൻ്റെ ഒരു സംഭവമാണ്. ഇതിനെക്കാളും നന്നായിട്ടായിരുന്നു കെട്ടിയത്. ഞാൻ അത് പൊളിച്ച് ഇതായി പോയതാണ്. ഇങ്ങനെ കൊളാക്കി കെട്ടി വെച്ചാണ്. നമുക്കിങ്ങനെ ഓപ്പൺ ഇങ്ങനത്തെ ഒരു ത്രെഡിലോട്ടോ വരുന്നത് നല്ല ആസ്തറ്റിക് സാധനം. അപ്പം ഇത് നമ്മളിങ്ങനെ ഒരു തുറക്കുമ്പോൾ അപ്പം നമുക്കിങ്ങനെ ഒരു സാധനം കിട്ടുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ക്യാൻഡിൽ കത്തിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കാനാണ്. ഇത് ഇങ്ങനെയാണോ? എനിക്ക് എങ്ങനെ അറിയില്ല. ഇതിൽ നമുക്ക് 2 ക്യാൻഡിൽസ് വരുന്നുണ്ട്. 1 ടൈം ഒന്നേ കത്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ 1 ടൈം ഇതിൻ്റെ ഉള്ളിൽ ഒന്നേ കത്തിക്കാൻ പറ്റുള്ളൂ. കണ്ടില്ല, ഹോളുണ്ട്. ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഹോൾ എന്തിനായിരിക്കും. അപ്പം പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ലാവൻഡറിൻ്റെ സ്മെല്ലുള്ള ലിക്വിഡ് വരുന്നുണ്ട്. ഈ ലിക്വിഡ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് കത്തിച്ചാൽ നമ്മുടെ അത് എവിടെ കത്തിച്ച് വെക്കുന്നു അതിൻ്റെ ലൈക്ക് സ്മോക്ക് ഉണ്ടാവില്ലോ, അതിൻ്റെ സ്മോക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഒരു ലാവൻഡറിൻ്റെ ഒരു സെയിം സ്മെല്ല് അവിടെ ഉണ്ടാവും. നല്ല നൈസ്. അപ്പം ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇപ്പം ഞാൻ കത്തിക്കുന്നില്ല. ലൈറ്റർ ഇവിടെ ബെഡ് വന്ന് ഞാൻ കത്തിച്ച പാട്ട് പാടിക്ക് വീഡിയോ എടുക്കുന്ന കാര്യം. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്, സർഫ് ആൻഡ് സാൻഡ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് കുറേ ബട്ടർഫ്ലൈസിൻ്റെ കട്ടൗട്ട് വരും. നമുക്ക് അറിയാം ഇത് എന്തായാലും കുറച്ച് മുമ്പ് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ലൈക്ക് ഇത് തന്നെയല്ല, ഇങ്ങനെ പല പല ഷേപ്പിൽ. ഇതിപ്പം ബട്ടർഫ്ലൈൻ്റെ ആണ് വരുന്നത്. ഇങ്ങനെ ബട്ടർഫ്ലൈൻ്റെ ഒരു 3 കട്ടൗട്ട്സ് ഉണ്ടാവും. ഇതിൽ 3 കട്ടൗട്ട്സ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ ബുക്ക് തരുന്നുണ്ട്. എന്താ പറയുക, സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് പറഞ്ഞിട്ട് ചൂസ് എ ബട്ടർഫ്ലൈ ടെംപ്ലേറ്റ്, അപ്ലൈ ഫെവിക്കോൾ MR വിത്ത് ദ സ്റ്റിക്കർ, ചൂസ് എ കളർ ഓഫ് സാൻഡ് ഫോർ ദാറ്റ് സെക്ഷൻ, സ്പ്രിങ്കിൾ ദ സാൻഡ് ഈവൻ ഓവർ, എല്ലാം വിട്ടു ഡ്രൈ ആൻഡ് ആവില്ലോ. ഇതൊക്കെ ഇവിടെ അത് വായിക്കാൻ സമയമില്ല. അപ്പോൾ നമുക്കിതാ ഇതിൻ്റെ കൂടെ നമുക്ക് സാൻഡ് കിട്ടുന്നുണ്ട്. ഒരു ഫെവിക്കോള്, സാൻഡ്, ബ്ലാക്ക് ആൻഡ് അതെനിക്ക് തോന്നി ഇങ്ങനെ ഇതാക്കാനുള്ള സ്പ്രെഡ് ചെയ്യാനുണ്ട്. ഇത് നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിതിൽ ഇതെന്താ സാധനം, നമുക്കിതൊക്കെ പുറത്തെടുക്കാം. റബ്ബറൈസ്ഡ് ഡ്രാഗ്നൻസ്, റബ്ബറൈസ്ഡ്. ഇത് കുറേ ഉണ്ടല്ലോ, 3 ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് എന്തോ ആക്കുന്നു. മാഗ്നറ്റ് ആണ് കഴിച്ചത്. മാഗ്നറ്റ് ഒക്കെ എനിക്ക് മനസ്സിലായില്ല. ഒന്ന് റബ്ബറൈസ്ഡ് മാഗ്നറ്റോ, റബ്ബറൈസ്ഡ് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. നമ്മിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ വരുന്നൊരു സാധനം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഫെവിക്കോളും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ്, ഇത് പിഡിലൈറ്റ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ആണ്. പിഡിലൈറ്റ് എന്തോ സാധനം. നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം. ഓക്കെ തുറക്കാൻ ഒന്നിനെങ്കിൽ പണ്ട് ഇഷ്ടമല്ല. ഈ പക്ഷെ കാണുന്നില്ല ഇതിൻ്റെ അമ്മ. ഇത് വേറെ നമ്മളെ സാധാ ഷോപ്പിൽ കിട്ടും. ഇത് തീർന്നാൽ നമുക്ക് സാധാ ഷോപ്പിൽ കിട്ടും. അപ്പം ഞാൻ ഇതിൻ്റെ ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗത്താണ് ഇത് പൊട്ടിയിട്ടുണ്ട്.
പൊട്ടിയിട്ടുണ്ട്. ഇതിൽ കുടിക്കാൻ വെള്ളം വരുന്നത് നമുക്ക് ഇതുകൊണ്ട് ജസ്റ്റ് സ്പ്രെഡാക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇത് പക്ഷേ ഓവർ ഇത് അടയ്ക്കാൻ ഭയങ്കര പാടാണ്. അതിപ്പോൾ അവിടെ നിന്നോട്ടെ. എനിക്കിതാ ഈ സാധനം കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നീലായി ഞാൻ അലിഞ്ഞു പോയ നമുക്കിത് മൊത്തത്തിൽ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. നമുക്കൊരു ചെയ്തു നമുക്ക് ഒരു ഇനി എന്താ പറയാ, നമുക്ക് ഐ തിങ്ക് ഇതിൻ്റെ നടുവിൽ നമുക്ക് ഈ ഒരു യെല്ലോ ഒരു ലൈറ്റ് ഓറഞ്ച് കളർ ഗ്ലിറ്റർ കൊടുക്കാം. അതായിരിക്കും ഇതിന് സൂട്ടബിൾ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിതിങ്ങനെ ആക്കി കൊടുത്താലും ഇത് ബാക്കി ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്യാം. തുകല്ലേ തുകല്ലല്ല ഗൈസ്, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത് നിലത്ത് വീണാൽ ഭയങ്കര ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ കുറച്ച് പശ ആയതുകൊണ്ട് ഗ്ലിറ്റർ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതിനോടാണ് ഈ ഗ്ലിറ്റർ മാക്സിമം നിങ്ങൾ വേസ്റ്റ് ആക്കാതെ നോക്കുക. എന്നാൽ നമുക്ക് തന്നെ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. മാക്സിമം നിങ്ങൾ വേസ്റ്റ് ആക്കാതെ നോക്കുക. പുറത്തായിരിക്കും ഉണ്ട്. ഇപ്പം എന്താ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു ലീഫിന് ഈ സെയിം കളർ തന്നെ നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് അവിടെ ഗ്ലൂ ആക്കി കൊടുക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ ഇത്ര ഇവിടെ മൊത്തം പശ തേച്ചിട്ടുണ്ട്. നമുക്ക് ഗ്ലിറ്റർ ഇട്ടിട്ട് കാണാം ഗായ്സ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മെല്ലെ ഓറഞ്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു ഗായ്സ്. അപ്പോൾ നമ്മൾ ഇത്രയും കളർ കൊടുത്തിട്ടുണ്ട് ഗായ്സ്. അത് നമ്മുടെ പുതിയ പൂമ്പാറ്റ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗൈസ് ഇതാണ് നമ്മുടെ പഴയ പൂമ്പാറ്റ. എന്തോ ഒരു മാഗ്നറ്റ് തന്നാൽ എന്തിനാ നോക്കി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പം നമ്മുടെ രണ്ടാമത്തേത് ഇതാണ്. 1 മിനിറ്റ് ഗായ്സ്. അപ്പം ഇത് നമ്മുടെ ഫസ്റ്റത്തെ ആണോ? ഇത് സെക്കൻഡത്തെ പൂമ്പാറ്റ. ഇത് നമ്മുടെ ഫസ്റ്റത്തെ പൂമ്പാറ്റ. ഇത് നമ്മുടെ വേറെ ആൾ കളർ എടുത്തതാണ് കേട്ടോ ഈ പൂമ്പാറ്റ. ഇവിടെ മാത്രം. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അപ്പം നമുക്ക് ബൈ ബൈ.